ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കാലം കാത്തുവച്ച കാവ്യനീതി എന്നതുപോലെ ഇപ്പോൾ മുഹമ്മദ് യൂനസിനെ കിടുകിടെ വിറപ്പിക്കുകയാണ് അരാക്കൻ ആർമി. മുഹമ്മദ് യൂനസും സംഘവും ഇതുവരെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഭീകരർക്ക് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവര് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾക്കുമെതിരെ കണ്ണടയ്ക്കുകയും ചെയ്തപ്പോൾ അതുക്കും മേലെ മറ്റൊരു കണ്ണ് തുറന്നിരുന്നു യൂനസിനു വേണ്ടി. യൂനസ് സർക്കാരിനു വേണ്ടി, സ്വന്തം ജനതയെ തന്നെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി, മതവിഭാഗത്തിന് ചൂട്ടുപിടിക്കുന്ന യൂനസ് സർക്കാരിനു വേണ്ടി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ വിതയ്ക്കുന്നവർക്കൊരൽപ്പം കഴിഞ്ഞേ കൊയ്തെടുക്കാൻ സാധിക്കും, ഒരല്പം സമയമെടുക്കും. പക്ഷേ ആ സമയമെടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന പണിയുടെ തോതും കൂടും. അത്രേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് എന്നതുപോലെ നീ നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിക്കും, മിണ്ടരുത്, പിടിക്കപ്പെട്ടു. കിട്ടുമ്പോൾ നിറയെ കിട്ടും. അതാണ് ഈ പ്രകൃതിക്കൊരു സത്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. പ്രകൃതിയുടെ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ആര് വിതച്ചാലും ശരി, അവരർഹിക്കുന്നത് കൃത്യമായ രൂപത്തിൽ അവർക്ക് കൊയ്തെടുക്കാൻ കഴിയും. എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ. ബംഗ്ലാദേശില് ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും എതിരെ ജിഹാദി ആക്രമണങ്ങൾ നടക്കുകയാണ്. കൃത്യമായ രൂപത്തിൽ യൂനസ് സർക്കാരിനെതിരെ അരാക്കൻ ആർമി രംഗത്ത് വന്നു. ഇന്ത്യ മടിച്ചു നിന്നപ്പോൾ ഇന്ത്യ പലതവണ യൂനസ് സർക്കാരിന് വാണിംഗ് നൽകുകയല്ലാതെ തിരിച്ചൊരു മറുപണി കൊടുത്തിട്ടില്ല. റോഹിംഗ്യകൾക്കെതിരായ മ്യാൻമാറിലുള്ള റാഖിനെ വംശക്കാരാണ് അരാക്കൻ ആർമി എന്നറിയപ്പെടുന്ന സായുധ സേന. എന്തിനും മടിക്കാത്ത സായുധ സേന. കഴിഞ്ഞ ദിവസമാണ് ഇവർ മ്യാൻമാറിലെ റാഖിനെ പ്രദേശം കീഴടക്കിയത്. ബംഗ്ലാദേശ് അതിർത്തിയിലാണ് റാഖിനെ പ്രദേശം. ബംഗ്ലാദേശിന് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായ അരാക്കൻ ആർമിയെ, റോഹിംഗ്യകളെ അനുകൂലിക്കുന്ന നേതാവായ മുഹമ്മദ് യൂനസിന് ശരിക്കും ഭയമാണ്. ബംഗ്ലാദേശ് അതിർത്തിക്കടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അരാക്കൻ ആർമി. ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഏത് സമയത്തും അരാക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ചേക്കാം. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ തുടരുന്ന സാഹചര്യം. ബംഗ്ലാദേശിന്റെ ടെക്നാഥ് എന്ന പ്രദേശം അരാക്കൻ സേന പിടിച്ചു കഴിഞ്ഞു. മുഹമ്മദ് യൂനസ് റോഹിംഗ്യ മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന നേതാവായതുകൊണ്ട് റോഹിംഗ്യകളെ കഠിനമായി വെറുക്കുന്ന അരാക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെ ഭയചകിതരായിട്ടാണ് മുഹമ്മദ് യൂനസും ടീമും മുന്നോട്ട് പോകുന്നത്. കാരണം എന്തിനും മടിക്കാത്ത സായുധ സേന എന്താണ് പ്രവർത്തിക്കുന്നത് എന്നറിയാത്ത രൂപത്തിലുള്ള വിറച്ചുകൊണ്ടുള്ള മുമ്പോട്ട് പോക്കാണ് മുഹമ്മദ് യൂനസ് സർക്കാരിൻ്റെത്. എന്നാൽ ഇതേ സമയം മ്യാൻമാറിലെ ജുണ്ട സൈനിക ഗവൺമെന്റും വിമത അരാക്കൻ സൈന്യവും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടയിൽ റോഹിംഗ്യകൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്നു എന്ന വാർത്തകളാണ് അരാക്കൻ ആർമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോഹിംഗ്യകളുടെ നുഴഞ്ഞുകയറ്റം കാരണം ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലും അഴിമതി വർദ്ധിക്കുന്നു. പണം വാങ്ങി റോഹിംഗ്യകളെ അതിർത്തി കടത്തിവിടുന്നതും സജീവമാണത്രേ. ഇനിയും റോഹിംഗ്യൻ അഭയാർത്ഥികളെ വരാൻ അനുവദിക്കില്ല എന്നതാണ് മ്യാൻമാർ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് എന്നും ചിലപ്പോഴൊക്കെ ഇക്കാര്യത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നും ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് 60,000 റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ബംഗ്ലാദേശിലേക്ക് വരാൻ ഞങ്ങൾ അനുമതി നൽകിയതെന്നുമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ അവരെ ബംഗ്ലാദേശിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല, എങ്കിലും അവർ വ്യത്യസ്ത വഴികളിലൂടെ ഇവിടെ എത്തുന്നു. ബംഗ്ലാദേശിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദ് ഹുസൈൻ പറഞ്ഞ വാക്കുകളാണിത്. അതേസമയം ഇത്തരത്തിൽ ബംഗ്ലാദേശിലേക്ക് വരുന്ന റോഹിംഗ്യകൾ ഇന്ത്യക്കും ഭീഷണിയാകുമെന്നാണ് സൂചന. അനധികൃതമായി ഇവർ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞങ്ങാട് നിന്ന് ബംഗ്ലാദേശ് ഭീകരനെ അസം പോലീസ് എത്തിപ്പിടികൂടിയത്. അതുകൊണ്ട് തന്നെ സൈന്യമടക്കം അതിർത്തിയിൽ അതീവ ജാഗ്രതയും പുലർത്തുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത. 3 ഖലിസ്ഥാൻ ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ച ഉത്തർപ്രദേശ് പോലീസ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത.
പിലിഭിത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഭീകരർ കൊല്ലപ്പെട്ടു. ഈ ഭീകരർ ആരാണ്? എങ്ങനെയാണ് ഇവർ യുപിയിലെത്തിയത്? ഇവർ ഏത് രാജ്യക്കാരാണ്? പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഈ കൊല്ലപ്പെട്ട 3 പേര്. ഇവരെ യുപിയിലേക്ക് കടന്ന് ഒളിച്ച് താമസിക്കുന്നതിനു വേണ്ടി പഞ്ചാബ് പോലീസിന് വിവരം ലഭിക്കുവാണ് ഇവർ ആ രൂപത്തിൽ താമസിക്കുന്നുണ്ട് എന്ന്. അതിനെ തുടർന്ന് യുപി പോലീസിന്റെ പ്രത്യേക സംഘം ഭീകരരുടെ ഒളിത്താവളം വളഞ്ഞു. അതിനെ തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഈ ഭീകരർ കൊല്ലപ്പെട്ടത്. അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് കിട്ടാനുള്ളതോ അനിർവചനീയമായ സ്വർഗീയ ആരാമങ്ങളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് താജുൽ വഖാർ, ഒരു കിരീടവും. അതുപോലെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നതിൽ അതീതമായിട്ടുള്ള ഹൂറികളും സ്വർഗവും കട്ടിത്തേനും പൊരിച്ച മീനിന്റെ കരളും മദ്യത്തിന്റെ പുഴയുമൊക്കെയാണ്. ഇത് പ്രതീക്ഷിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഇവരെ എതിരിടുന്നത് ഭീകരരാണെങ്കിൽ, ഇവരുടെ കോൺസെപ്റ്റില് മതേതരന്മാരൊക്കെ ഭീകരന്മാരാണ്, അവരാണെങ്കിൽ പറയാനുമില്ല. അപ്പോ കാഫിറുകളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ. 2024 ഡിസംബർ 19-ാം തീയതിയാണ് പഞ്ചാബ് ഗുരുദാസ്പൂരിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഭീകരർ ആക്രമിക്കുന്നത്. ഗ്രനേഡ് ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു. സ്ഫോടനത്തിന് ശേഷം ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. ഭീകരരിൽ നിന്ന് AK സീരീസ് തോക്കുകൾ, പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ തുടങ്ങിയ വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചാബിൽ സ്ഫോടനം നടത്തിയ ശേഷം റോഡ് മാർഗം നേപ്പാളിലേക്ക് കടക്കാനായിരുന്നു ഭീകരരുടെ പദ്ധതി. ഇപ്പൊ ഇവര് പഞ്ചാബ് പോലീസ് സ്റ്റേഷനാണ് ആക്രമിക്കുന്നത്. ഇവരെവിടെ നിന്നാണ് ഈ നുഴഞ്ഞു കയറുന്നത്? ഇവരെ സഹായിക്കാൻ ഇവിടെയും ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ ഇവർക്ക് ഇവിടെ യഥേഷ്ടം ജീവിക്കാൻ സാധിക്കുന്നത്. ഖലിസ്ഥാൻ ഭീകരരാണ് ഇവർ എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. UP പോലീസ് കമാൻഡോ സംഘം വലിയ രൂപത്തിലുള്ള ആയുധ ശേഖരം ഇവരിൽ നിന്ന് കണ്ടെടുത്തതോടുകൂടി ഇവരെ നേപ്പാളിലാണ് കടക്കാൻ ശ്രമിക്കുന്നത് എന്നറിയുന്നു. ഇവരെ സഹായിച്ചതാരാണ്? പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തക്ക രൂപത്തിൽ ഇവർക്ക് ധൈര്യം നൽകിയതാരാണ്? കാരണം ഈ കൊല്ലപ്പെട്ട 3 പേരും നിസ്സാരക്കാരന്മാരല്ല. നിരോധിത ഭീകര സംഘടനയായ ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിലെ അംഗങ്ങളാണ് 3 പേരും. ഇവർക്ക് 3 പേർക്കും കൃത്യമായ രൂപത്തിൽ, നല്ല രൂപത്തിൽ സൈനിക സേവനം ലഭിക്കുന്നതിനുള്ള പരിശീലനവും ആയുധ പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. പഞ്ചാബ് UP പോലീസ് സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. ഇവരിൽ നിന്ന് AK-47 റൈഫിളുകളാണ് പിടിച്ചെടുത്തത്, ഗ്ലോക്ക് പിസ്റ്റളുകൾ. പഞ്ചാബ് പോലീസിനെ ആക്രമിച്ചു ഇവര്. ആ ആക്രമണത്തിലാണ് 3 പേര് കൊല്ലപ്പെടുന്നത്. ശേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് പഞ്ചാബ് DGP ഗൗരവ് യാദവ് പറഞ്ഞു. പിലിഭിത്തിയിലെ സിഖ് ഭൂരിപക്ഷ മേഖലയിൽ ഒളിത്താവളം കണ്ടെത്താനാണ് ഭീകരർ എത്തിയത് എന്നാണ് വിവരം. പാകിസ്ഥാൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പഞ്ചാബിലെ 3 പോലീസ് സ്റ്റേഷനുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഖലിസ്ഥാനി സംഘടനകളാണ് അക്രമങ്ങൾക്ക് പിന്നിൽ എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ഗുരുദാസ്പൂരിലെ ബംഗാൾ പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച അമൃത്സറിലെ ഇസ്ലാമാബാദ് പോലീസ് സ്റ്റേഷനിലും ബക്ഷിവാൾ പോലീസ് പോസ്റ്റിന് പുറത്തും സ്ഫോടനമുണ്ടായി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം സോഷ്യൽ മീഡിയയിലൂടെ ഭീകരവാദ സംഘടനയായ ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് എന്താണോ വിതയ്ക്കുന്നത് ബംഗ്ലാദേശ് കൊയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഭീകര സംഘടനകൾ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ആശയം ലോകത്തിന്റെ എവിടെയൊക്കെയാണോ ഇവർ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് അവിടെ എവിടെയെങ്കിലും സമാധാനം കായ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? നന്ദി.